മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അച്ചാറിന്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു അടിപൊളി ടേസ്റ്റി മീൻ അച്ചാറാണ് ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അച്ചാർ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാൻ വേണ്ടി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് വേണ്ടത് മീനാണ്. ഞാനിവിടെ 1/2 കിലോ ചൂരമീൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ക്യൂബായിട്ട് മുള്ളു കളഞ്ഞ് എടുത്തു വെച്ചേക്കുവാണ്. പിന്നെ വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇത് മൂന്നും ഞാൻ ഒരു പിടി വീതം ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉലുവ, വിനാഗിരി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ വെള്ളവും എണ്ണയും ഉപ്പും ആവശ്യത്തിന്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാൻ വീഡിയോ കാണാം. ആദ്യം നമുക്ക് മീനൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനായി 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 3 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. കുറഞ്ഞത് ഒരു 1/2 മണിക്കൂറെങ്കിലും ഇത് അരപ്പെല്ലാം പിടിക്കാൻ മാറ്റി വെക്കണം. 1/2 മണിക്കൂർ ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട്. മസാല നന്നായിട്ടൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഒരു പാൻ എടുത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ കുറച്ച് എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. എണ്ണയും ഇപ്പൊ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അച്ചാറിന് വേണ്ടി നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒത്തിരി ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്നൊരു ഹാഫ് വേവ് മതി. ഇതിപ്പോ പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റി വെക്കാം. ബാക്കി മീനും കൂടെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഈ വെണ്ണ നമുക്ക് ആവശ്യമുണ്ട്. കാരണം നമ്മൾ ഇതിലാണ് നമ്മൾ പിക്കിൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഫ്രൈ ചെയ്ത എണ്ണയുടെ അളവ് കൂടുതലായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ തീ ഒന്ന് കുറച്ച് വെക്കാം. എന്നിട്ട് മീൻ വറുത്തെടുത്ത അതേ എണ്ണയിൽ തന്നെ നമുക്ക് 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കൂടെ ഇട്ട് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഏകദേശം ഈ ഒരു പരുവം ആവുമ്പോഴത്തേക്കും നമുക്ക് 3 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പൊ നമ്മുടെ പൊടികളും ഈ ഒരു പേസ്റ്റും വറുന്ന നല്ലൊരു മണം വരും. ആ സമയത്ത് നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അരപ്പ് പാകത്തിനാണോ നോക്കിയിട്ട് 1/2 കപ്പ് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. മസാല ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീൻ കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നാലേ ഈ മസാല മീനിലെല്ലാം നന്നായി പിടിക്കത്തുള്ളൂ. അപ്പൊ വളരെ ഈസിയും അതുപോലെ തന്നെ സ്വാദിഷ്ടവുമായ നമ്മുടെ പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കുക. ഇന്നത്തെ എന്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയാണ്. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.